നന്ദ, എന്റെ കൂടെ ആശ്രമത്തിലേക്ക് വരാൻ പറ്റുമോ നിനക്ക്? ഇപ്പോ ഈ നിമിഷം പോണം. ആശ്രമത്തിലെ സ്വാമിയെയും വലിയ തിരുമേനിയൊക്കെ കണ്ട് കാര്യം ചോദിക്കണം. പറ, കൂടെ വരാൻ പറ്റുമോ നിനക്ക്? പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം. കൂടെ വരാൻ പറ്റുമെന്നോ? നീ വന്നില്ലെങ്കിലും ഞാനൊന്ന് പോകാൻ വേണ്ടി ഇരിക്കുക. ഇപ്പൊ തന്നെ പോ. നീ വണ്ടി എടുക്ക. ഉമ്മേ, നീ വണ്ടിയുടെ താക്കോലിങ് എടുക്ക്. വേണ്ട മോനെ, നിങ്ങൾ ഇനി അങ്ങോട്ട് പോണ്ട. അമ്മേ, ഇതങ്ങനെ വിടാൻ പറ്റില്ല. ഒരു പാവം പെൺകുട്ടിയെ ഈ കടുവയും കരടിയും ഒക്കെ ഉള്ള കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. നീങ്ങ വാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ബ്രഹ്മദത്തൻ തിരുമേനി പ്രത്യേകമായിട്ട് പറഞ്ഞേൽപ്പിച്ച ആ സ്വാമിയെ അയച്ചത്. അതിലെ ഗൗരവം നമ്മൾ കാണണം. ദേവികയെ കൊടുങ്കാട്ടില് ഭജനത്തിന് അയക്കുന്നവരെയാണോ സ്വാമിമാരെന്ന് വിളിക്കുന്നത്? എത്രയോ നല്ല സ്വാമിമാരും പുരോഹിതന്മാരും നമുക്കുണ്ട്. അതിനിടയില് ഇതുപോലുള്ള കുറെ കള്ള നാണയങ്ങള്. മുരളി, ഞാൻ പറയണതൊന്ന് കേക്ക്. ആന്റി, ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, പോകുന്നൊക്കെ കൊള്ളാം. പക്ഷേ ദേവിക മോളോടും കൂടി അനുവാദം വാങ്ങിച്ചിട്ട് വേണം ആശ്രമത്തിലേക്ക് പോകാൻ. ദേവിയോട് ചോദിച്ച പോകാൻ സമ്മതിക്കുമെന്ന് ആന്റി കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. ദേവിക മോളെ സമ്മതിക്കില്ലെന്ന് സമ്മതിച്ചല്ലോ. ദേവിക മോള് സമ്മതിക്കില്ല. കാരണം ഈ പൂജയും ഭജനയൊക്കെ ആവശ്യമുള്ളത് ദേവിക മോൾക്ക് മാത്രം. ദേവിക മോൾ ഉദ്ദേശിക്കുന്ന പോലെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മാനസിക നില തന്നെ ചിലപ്പോ തെറ്റിപ്പോകും. പിന്നീട് അതിനെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോണ്ടി വരും. അതിന് സമ്മതാണെങ്കിൽ നിങ്ങൾ ആശ്രമത്തിൽ പോയി തിരുമേനിമാരെ ചോദ്യം ചെയ്യേ. മുരളിയേട്ട, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നന്ദ, ദേവികയുടെ മനസ്സാകെ നില തെറ്റി നിൽക്കുവോ? ആകെ ഒരു പിടിവള്ളി ഇപ്പോ ആ വ്രതവും പൂജയൊക്കെ ആയിരിക്കും. അതിനും തടസ്സം വന്ന അതും ജാതകദോഷമാണെന്ന് ദേവിക കരുതും. എന്നാ പിന്നെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. കാട്ടിലോ മേട്ടിലോ എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ.